നമസ്കാരം. പിണറായിയുടെ കള്ളക്കേസുകളിൽ ജയിലിലായവരും മർദ്ദനം സഹിച്ചവരും ഒത്തുചേർന്നു. പോരാളികളുടെ സംഗമം എന്ന പേരിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. നീതിക്കായുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്ന് മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ, KM ഷാജഹാൻ, പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കഞ്ചേരി എന്നിവരും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. നിരവധി ആളുകളാണ് എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പെട്ടെന്നാണ്. രണ്ടാമത്തത്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർ ധാരാളമുണ്ട്. സ്വതന്ത്രരും നിഷ്പക്ഷരുമായ കുറച്ചു പേര് ഒഴിച്ചാൽ ബാക്കിയുള്ളവർ ഒരു പ്രതിപക്ഷ ധർമ്മം മാനിക്കാൻ വിവിധ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. ഏതായാലും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു പ്രത്യേകമായ സ്വാഗതമോ അതായിട്ടുള്ള ചടങ്ങുകളോ അങ്ങനെയൊന്നും നമ്മൾ കൂടുതൽ ഉദ്ദേശിച്ചിട്ടില്ല. അനൗപചാരികമായ ഒരു കൂടിച്ചേരലാണ്. നാട്ടിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൽ തിരുവായ്ക്ക് എതിർവാ പാടില്ല എന്നൊരു നിർബന്ധമാണ് നമ്മൾ കണ്ടത്. അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കള്ളക്കേസ് വന്നവർ, ജയിലിലടക്കപ്പെട്ടവർ, കൊടിയ മർദ്ദനങ്ങൾ അനുഭവിച്ചവരൊക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്നൊന്നിച്ച് ചേരുന്നത്. ലോകത്ത് എന്നും എക്കാലത്തും ഭരണകൂടങ്ങൾക്കെതിരെ നീതിയുടെ ഭാഗത്ത് നിന്ന് ശബ്ദിച്ചിട്ടുള്ളവരുണ്ടായിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ അപ്രീതിക്ക് ഇരകളായി കൊടിയ മർദ്ദനങ്ങളും യാതനകളും നീണ്ടു നിൽക്കുന്ന ജയിൽവാസവുമെല്ലാം അനുഷ്ഠിച്ചിട്ടുള്ളവരുണ്ട്. അവരുടെയെല്ലാം പോരാട്ടങ്ങളുടെ യാതനകളുടെ അനന്തരഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഇത്രമാത്രമെങ്കിലുമുള്ള ഒരു സ്വാതന്ത്ര്യം. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ റൊമൈൻ റോളണ്ടിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലിൽ ഒരു കഥാപാത്രം, ജീൻ ക്രിസ്റ്റഫ് തന്നെയാണ് അതിലെ കഥാപാത്രം. രാജാവിൻ്റെ പീഡനങ്ങൾക്കിരയായി നാടുവിടേണ്ടതായിട്ട് വന്നു. അവിടെയും അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം പ്രശ്നങ്ങളുണ്ടാക്കി ജീവിതം നിരന്തരമായ യാതനയായി മാറിയ ജീൻ ക്രിസ്റ്റഫ് ഒരിക്കൽ നെടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നുണ്ട്, അവർ എന്നെ യാതന അനുഭവിപ്പിക്കട്ടെ, യാതനയും ജീവിതമാണ്. അനുഭവിക്കുമ്പോൾ പലപ്പോഴും അത് ദുരിതമാകാമെങ്കിലും പിന്നീട് ചരിത്രം അതിനെ ആവേശകരമായ രീതിയിലാണ് ആലേഖനം ചെയ്യുക. നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം എന്നല്ല, നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എന്ന് ക്രിസ്തു. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ എന്ന് ഭഗവാൻ കൃഷ്ണൻ. യുദ്ധഭൂമിയിൽ സ്വധർമ്മം അതിൽ ആശങ്കാകുലനായി നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ അർജുന, തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ, എന്നും എക്കാലത്തും നീ എന്നെ ഓർക്കുക, യുദ്ധം ചെയ്യുക. അസാധാരണമായ ജന്മഭാഗ്യം, ജന്മസുഹൃതമുള്ളവർക്ക് മാത്രമേ നീതിക്കായി പൊരുതാനുള്ള ആർജവമുണ്ടാകുകയുള്ളൂ. അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കുന്നതിനുള്ള കരുത്ത് ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ്
ജനാധിപത്യം അർത്ഥവത്താകുന്നതെന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അധികാരം ഏതാനും പേരുടെ കൈകളിലിരിക്കുമ്പോഴല്ല, അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കാനുള്ള കരുത്ത് മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമാകുന്നത് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി കരുതിയ നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് ഭരണ സമ്പ്രദായം ഈ ജനപ്രതിനിധി ആധിപത്യമല്ല, പാർട്ടി ആധിപത്യമല്ല, ഓരോ 20 വീട്ടും കൂടിച്ചേർന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾ വാർഡ് മെമ്പറാകുകയും വാർഡ് മെമ്പർമാരിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, അവരിൽ നിന്ന് താലൂക്ക് ജില്ലാ ഭരണാധികാരികൾ, അതിൽ നിന്ന് MLA, അതിൽ നിന്ന് MP, അങ്ങനെ 20 വീടുകളിലെ മാത്രം നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമ്പ്രദായമാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ നാം ആ പഴയ ബ്രിട്ടീഷ് സമ്പ്രദായം തന്നെ തുടർന്നു പോരുകയും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് നമ്മെ വാഴ്ത്തുകയൊക്കെ ചെയ്തത് തികഞ്ഞ കാപട്യമാണ്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. സെപ്റ്റംബറിൽ ഇതുപോലെ കൊണ്ടുപോയത്. ഇപ്പം നന്ദകുമാർ രാജീവ് സാർ ഇവിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജീവ് സാർ പറഞ്ഞു, ഭരണഘടന ഒന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ പുറത്തേക്ക്. 100% ശരിയാണ്. അത് നന്ദകുമാറിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് ശരി. നന്ദകുമാർ യഥാർത്ഥത്തിൽ ഭരണഘടന എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ നന്ദകുമാർ ഒന്നും ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. എൻ്റെ കാര്യത്തിലും എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കസ്റ്റഡിയിലെടുത്തിട്ട് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സുഹൃത്തെ ഏത് ജയിലിലാണ് എന്നെ പാർപ്പിക്കാമെന്ന് ചോദിച്ചു. കാരണം അകത്താവുന്നുള്ള ഉറപ്പാണല്ലോ. കാരണം ലോവർ കോർട്ടിലെ ഓഫീസർമാർ സർക്കാരിനെതിരായിട്ടൊന്നും പറയില്ലല്ലോ. പ്രത്യേകിച്ച് പിണറായി ഇതിനെതിരായിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. അകത്താകുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു ഏത് ജയിലായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അയാൾ വളരെ വിഷമത്തിൽ സാറേ മിക്കവാറും കാക്കനാട് ജയിലിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അവിടെ വന്നു, കേസ് കേൾക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് വേണ്ടി ഹാജരായത് ജോൺ റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനാണ്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ആ അഭിഭാഷകനെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അവിടെ കേസ് അദ്ദേഹം എനിക്ക് വേണ്ടി വാദിക്കാൻ വരുന്നതിന് മുമ്പും ഒന്നും ഞാൻ ആ ജോൺ റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകനെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാരണം നവീൻ ബാബുവിൻ്റെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. എനിക്ക് അങ്ങനത്തെ പരിചയം. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ പോരാട്ടത്തിൻ്റെയൊക്കെ ഒരു ശരി കൊണ്ടായിരിക്കാം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ അതിന് വലിയൊരു പങ്ക് വഹിച്ചു. അദ്ദേഹം വഹിച്ച പങ്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോൺ റാൽഫ് എന്ന് പറഞ്ഞ ആൾ അവിടെ പ്രമുഖ അഭിഭാഷകൻ അവിടെ എത്തുന്നത്. ആ പങ്ക് വഹിച്ച ആൾ ഇവിടെ വേദിയിൽ പിന്നെ സദസ്സിലുണ്ട്, വേദിയിലില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാദിൻ സ്കറിയ. അദ്ദേഹമാണ് ഈ അഭിഭാഷകരെയൊക്കെ ഏർപ്പാടാക്കി തന്നത്. അപ്പോൾ അവിടെ വെച്ചും യഥാർത്ഥത്തിൽ ഈ ജഡ്ജിക്ക് അല്ലെങ്കിൽ ഈ ന്യായാധിപന് ഞാൻ നടത്തുന്ന പ്രവർത്തനം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അന്നും ജാമ്യം കിട്ടി പോകുന്നത്. അല്ലെങ്കിൽ അന്ന് ഞാൻ അകത്തായി പോയത്. എൻ്റെ വിശദാംശങ്ങൾ സമയം പോകുമെന്നുള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം എൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയത് കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്കെതിരെ കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ്. അയാളുടെ പേരാണ് S. ശ്രീജിത്ത്. അയാൾ യഥാർത്ഥത്തിൽ ഇപ്പം എനിക്കെതിരെ ഇപ്പം ഈ നിമിഷം വരെ 9 FIRകൾ അയാൾ എനിക്കെതിരെ ഇട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഞാൻ എന്തായാലും 10-25 വർഷമായിട്ട് അയാൾക്കെതിരെ സമരം ചെയ്യുന്നതാണ്. ആ സമരം അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം PS അച്യുതാനന്ദനിൽ നിന്നാണല്ലോ നമ്മൾ ശിക്ഷത്വം സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷം എങ്ങനെ മറികടന്നു എന്നത് സംബന്ധിച്ച് എനിക്കിപ്പോഴും ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഭരണമാറ്റം ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അതിനെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഒരിക്കലും കാണാനും കേൾക്കാനും കഴിയാത്ത അത്ര ഏകാധിപത്യ ഒരു താൻ പ്രമാണിത്ത താൻ പോരിമ മാത്രം കാണിക്കുന്ന ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭരണാധികാരിയെ ചവിട്ടി പുറത്താക്കാൻ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ആര് വിചാരിച്ചാലും അതൊരു അവലാഞ്ചയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ഇനി ഒരു ശക്തിക്കും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഫേറ്റ് അക്കംപ്ലിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു PS 100 സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞതുപോലെ 100 സീറ്റിൽ UDF അധികാരത്തിൽ വരും എന്നുള്ളത് അതൊരു ഫേറ്റ് അക്കംപ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇനി ആര് വിചാരിച്ചാലും പിണറായി വിജയനെ ഇവിടെ തുടരാൻ ജനം അനുവദിക്കില്ല. അതുകൊണ്ട് ഈ 10 വർഷം ഞാൻ കടന്നു വന്നു എന്നുള്ളത് എനിക്ക് വളരെ
നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണം. ഞാനിപ്പോൾ അവിടെ പുറകിൽ വന്നിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ പിണറായിസ്റ്റ് ഭീകരതയ്ക്കിരയായ 4 കുട്ടികളെ പരിചയപ്പെട്ടു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കഴുത്തൊഴുക്ക് മന്ത്രിയുടെ ഇരകൾ. ഇവരെയാണ് മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചു. നമ്മൾ കണ്ടതാണ്. കരിങ്കൊടി കാണിച്ചു എന്നൊരൊറ്റ കുറ്റകൃത്യത്തിന് അവർ ബോധം കിട്ടി വീഴുകയും ICUലാവുകയും ICUയിൽ നിന്ന് പിന്നീട് പത്തനംതിട്ടയിലേക്ക് കുടുങ്ങി വരികയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ കഥ ഞാൻ തന്നെ എല്ലാ ദിവസവും പറയാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കഥകൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇരകളായിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ വേറൊരാളെ പരിചയപ്പെട്ടു, മുഖത്തല. അദ്ദേഹവും പോലീസിൻ്റെ ഏരിയ. അങ്ങനെ ഇവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ ഇരകളാവാം. അവരൊക്കെ സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ 10 വർഷമായി പിണറായി 2016 പിണറായി ഷാജഹാൻ സാറിനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു 2016 പിണറായി അധികാരത്തിൽ വന്ന കേരളം നന്നാവുമെന്ന് കരുതി അതിന് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ പിണറായി അധികാരത്തിൽ വരാൻ കാരണക്കാരായ ആളുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരാൾ ഞാനുമാണ്. അതുകഴിഞ്ഞ് ഏതാണ്ട് 6 മാസത്തോടു കൂടി അദ്ദേഹത്തോടുള്ള യുദ്ധം ആരംഭിച്ചതാണ്. 9.5 വർഷം യുദ്ധം ചെയ്തു. അല്ല, ഏതാണ്ട് 8.5 വർഷം 9.5 വർഷം യുദ്ധം ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടു. 2023 മുതലാണ്. അതുവരെ എന്നെ ഇഗ്നോർ ചെയ്തിരിക്കുകയായിരുന്നു. ഈ 23 മുതൽ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴുള്ളത്. പിണറായി ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. പകയുണ്ട്, പക വീട്ടുന്നവർ പിണറായി അങ്ങേറ്റം വരും. പക്ഷെ പിണറായിക്ക് അപ്പുറത്തേക്ക് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിണറായി മാത്രമല്ല, പിണറായിയേക്കാൾ വാശിപ്പ് ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതി പരിഗണിക്കവേ ചില മോശം പരാമർശങ്ങൾ, മോശമെന്ന് എനിക്ക് തോന്നാം, പക്ഷെ അല്ല, ചില പരാമർശങ്ങൾ നടത്തിയെന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. കോടതി അങ്ങനെ പരാമർശം നടത്തിയിട്ടില്ല. ഈ സമയത്ത് ഇതൊരു അവസരമാണ്. ഈ ഒരു 2 മാസമായിട്ടുള്ളൂ, 1-2 മാസമായിട്ടുള്ളൂ. ഈ സമയത്ത് ഒരു അവസരമാണ്. തെരഞ്ഞെടുപ്പിൽ അത് ഗുണകരമാകും എന്ന് പറഞ്ഞ് പിണറായിയെ പോയി കണ്ടത് മന്ത്രി പി രാജീവാണ്. അന്ന് പിണറായി പി രാജീവിനോട് പറഞ്ഞത്, ഇത് ഇലക്ഷൻ സമയമാണ്, നമ്മൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ട് വിജയിക്കാതെ പോയി, ഇനി ഒരിക്കൽ കൂടി റിസ്ക് എടുക്കണമെന്നാണ് ചോദിച്ചത്. അല്ല, പക്ഷെ അത് കൊള്ളാം, അത് ഗുണം ചെയ്യും എന്നാണ് പി രാജീവ് പറഞ്ഞത്. അപ്പം നമ്മൾ പിണറായിയെ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ സിസ്റ്റം മൊത്തം അങ്ങനെയാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു അടിമവർഗത്തെ സൃഷ്ടിച്ചെടുത്തു. ഈ അടിമവർഗത്തിൽപ്പെട്ട എല്ലാവരും ഈ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഈ ഗുണ്ടായിസ്റ്റ് സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ പിള്ളേരുടെ കാര്യം ഓർക്കുക, KS പിള്ളേരുടെ കാര്യം ഓർക്കുക. പിണറായി വിജയൻ പറഞ്ഞിട്ടൊന്നും അല്ല. പിണറായിയുടെ ശിഷ്യത്വത്തിൽ നിന്നും മന്ത്രി വീണ ജോർജിന് കിട്ടിയൊരു ആവേശമാണ്. അത് ഓർക്കണം. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം 3 മാറിക്കടന്ന് അവിടെ ചെന്നപ്പോൾ സ്പീക്കറെ കണ്ടപ്പോൾ സ്പീക്കറുടെ ഉപദേശപ്രകാരം, സ്പീക്കറാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്, മന്ത്രി അറ്റാക്ക് ചെയ്തു. മന്ത്രി പറഞ്ഞില്ല, അതിന് മുമ്പ് മന്ത്രി പോയതാണ്. മന്ത്രി അറ്റാക്ക് ചെയ്തു. മന്ത്രി വളരെ ക്ഷീണതയാണ്, ആശുപത്രിയിലാക്കുകയാണെന്ന് പറഞ്ഞ സ്പീക്കറാണ്. ഈ ഒരു സിസ്റ്റമുണ്ട്. പക്ഷെ എന്നിട്ട് ആ സ്പീക്കർക്ക് ഒരു ഗുണം ഉണ്ടായില്ല, പുള്ളിക്ക് സീറ്റും കിട്ടിയില്ല കേട്ടോ. പുള്ളി വളരെ വിഷണ്ണനാണെന്ന് പുള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെ വിഷണ്ണനാണെന്ന്. കാരണം ഇങ്ങനെയൊക്കെ ഒത്തുനിന്നിട്ട് സീറ്റ് കിട്ടിയില്ല. അതിന് മാനദണ്ഡങ്ങളുണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റം വളരെയധികം കറക്റ്റഡായി അതിന് നേതൃത്വം കൊടുത്ത് അതിന് മുമ്പിലിരുന്ന് പലപ്പോഴും പിണറായി അറിയുന്നത് പോലും ഇല്ല. ഇതിൽ പിണറായിയേക്കാൾ പങ്കുവഹിച്ച പലരും, പി ശശിയെ പോലുള്ളവരുണ്ട്. അവരുടെ പിടിവാശികൾ, നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ നാട് ഭരിച്ചത് അങ്ങനെ തന്നെയാണ് ഭരിക്കേണ്ടത് എന്ന് ശശി ധരിച്ച് വശമായിരിക്കും. പക്ഷെ ഞാൻ അതിനെയും പോസിറ്റീവായിട്ട് കാണും. കാരണം ഈ ശശി പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലേക്ക് വരുന്നത്, ആദ്യമൊന്നുമില്ല. ഒരുപക്ഷെ ഈ 10 വർഷം കൊണ്ട് പിണറായി ഇറക്കി വിടണമെന്ന് വാശിയുള്ളത് കൊണ്ടാവാം അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടായത് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ശശി വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വഷളാവുമായിരുന്നില്ല. കാരണം ബ്രിട്ടാസിനെ പോലുള്ള ഒരാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോഴാണ് പിണറായി ഇമേജിന് കോട്ടം പറ്റിയത്. 2021 വീണ്ടും അധികാരത്തിൽ വരികയാണ് പിണറായി. അതിൻ്റെ ഒരു കാരണം ബ്രിട്ടാസിനെ പോലെ അതിവിദഗ്ധനായ, ബുദ്ധിമാനായ, പ്രഗത്ഭനായ ഒരാളുടെ തന്ത്രങ്ങളാണ്. പക്ഷെ ബ്രിട്ടാസ് രാജ്യസഭാംഗമാവുകയും ശശിയെ പോലുള്ളവരെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തപ്പോൾ കുട്ടിയടിച്ചതൊക്കെ ഒലിച്ചു പോകുന്നു.
ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. പിണറായി ഇത്രയധികം നാറുന്നു. 2021 ശ്രീ ഷാജഹാൻ, എൻ്റെ സുഹൃത്ത് ശ്രീ ഷാജഹാൻ പറഞ്ഞതാണ്, പിണറായിയുടെ ഭരണം അവസാനിക്കുകയാണ്. എന്നാൽ ഇതിനെ മറികടക്കാനുള്ള ശേഷി പിണറായിയോടൊപ്പം നിന്നിരുന്ന PR ടീമിനുണ്ടായിരുന്നു. പക്ഷെ ഇക്കുറി അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം ഈ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഈ കൃത്യമായി PR ചെയ്തിരുന്ന സംഘം മാറിപ്പോയി. എനിക്ക് തോന്നുന്നു നികേഷ് കുമാറിന്റെ ലക്ഷ്യം തന്നെ അച്ഛനോട് വൃത്തികേട് കാണിച്ച CPM-നോടും മുഖ്യമന്ത്രിയോടും ഒക്കെ പക വീട്ടണമെന്ന ലക്ഷ്യത്തിലാണെന്ന് തോന്നുന്നു നികേഷ് കുമാർ ഈ കസേരയിൽ ഇപ്പോൾ ഇരുന്ന് PR ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ നാടകം. അതായത് നമ്മളെ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തല്ലയോ അതാണ് എന്ന് നമ്മൾ നടിച്ചാൽ അധികകാലം നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ താരങ്ങളൊക്കെ ഞൊടിയിടയിൽ അസ്തമിച്ചു പോകും. കാരണം അവരല്ലാത്ത അവസ്ഥ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പൊ നോക്കൂ, സുജിത് ഭക്തന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ കൃത്യമായി സ്ക്രിപ്റ്റ് എഴുതുന്നു. പിണറായിക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വരുന്നത് കടക്കൂ പുറത്ത് എന്നുള്ളതാണ്. അങ്ങനെയല്ല, കയറി പാടാ മക്കളെ എന്നാക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. പക്ഷേ എന്തു സംഭവിച്ചു? ആ ഇന്റർവ്യൂ പുറത്തു വന്ന് 2 ദിവസം കഴിഞ്ഞതിന് മുമ്പ് വീട്ടിൽ പോയി പറയടാ എന്ന് പറയുന്നു. ഇത് വളരെ സ്വാഭാവികമാണ്. ഇപ്പൊ ഞങ്ങളുടെ ടീം, സർവേ ടീം 7 ടീമായിട്ട് തിരിഞ്ഞ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഈ ദിവസങ്ങളിൽ. CPM-കാർ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാണുന്നത് എന്താണെന്നറിയോ? വീട്ടിൽ പോയി ചോദിക്കട എന്നുള്ളതാണ്. അത് ഒന്നുകിൽ 10 വർഷം പിണറായിക്കെതിരെ നമ്മൾ പല വിഷയങ്ങളും ഉന്നയിച്ചിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത് വീട്ടിൽ പോയി ചോദിക്കണം. ഞങ്ങൾ കടുത്ത സഖാക്കളെ ഞങ്ങൾക്ക് ഒപ്പിട്ട് തരികയാണ്. നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നൊരു ചോദ്യം. LDF, UDF, NDA, മറ്റുള്ളവർ നോട്ടാണ്. LDF എന്നിട്ടിട്ട് അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് പിണറായി തോക്കണം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പല സ്ഥാനത്തിലുള്ള സഖാക്കളെ പാർട്ടി ഗ്രാമത്തിലെയാണ്. അപ്പൊ ഇത്രയധികം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത് വീട്ടിൽ പോയി ചോദിക്കണം എന്നുള്ള വാക്കാണ്. ഇതൊക്കെ ഒരു നിയോഗമാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് ഇത് അവസാനിക്കുന്നു. പക്ഷേ ഇത് അവസാനിച്ചാലും ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് ഇടതുപക്ഷ ഭരണകാലത്തല്ല. ഇപ്പം KM ഷാജഹാനെ കൊല്ലാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ഭരണകാലത്തല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയാണെങ്കിലും അവർക്ക് അധികം ആളൊന്നും വേണ്ട. അവരൊരു ഗൂഢാലോചന നടത്തുന്നു. അവർ ഏതറ്റം വരെ പോയി മനുഷ്യനെ തീർക്കാൻ തീരുമാനിക്കും. ഇപ്പൊ എൻ്റെ കാര്യം തന്നെ 100-ലധികം കേസുകളിൽ പ്രതിയായി. എനിക്ക് ഈ കേസിനെ കുറിച്ച് പറയാൻ പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിലും ജാമ്യമുണ്ട്. ഈ ജാമ്യത്തിൽ ഇതെല്ലാം എഴുതി നോക്കണം, ഏത് കേസിൽ എന്ത് ജാമ്യ വ്യവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഞാൻ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പം ആ കേസിനെ കുറിച്ച് ചില മുതലാളിമാരെ കുറിച്ച് മിണ്ടരുത് എന്നാണ് ജാമ്യ വ്യവസ്ഥ. മിണ്ടരുത്. അപ്പൊ നമ്മൾ ചോദിച്ചു അപമാനിക്കരുത് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അല്ല, മിണ്ടരുത്. ചില ആ പേര് പോലും പറയാൻ പറ്റത്തില്ല. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില മുതലാളിമാരെ കുറിച്ച് ആളുകൾ ചോദിക്കും. അപ്പൊ ഞാൻ പറയും എനിക്ക് ആ മുതലാളിയെ കുറിച്ച് മിണ്ടാനുള്ള അധികാരമില്ല. അപ്പം അവിടെയും നമ്മൾ വരണം. ഈ സിസ്റ്റം പിണറായി ഇപ്പം എന്നെ വേട്ടയാടാൻ മുമ്പിൽ നിന്നത് PV അൻവറായിരുന്നു. PV അൻവർ ഒരു പോസ്റ്റർ ബോയ് മാത്രമായിരുന്നു. ഞാൻ അതിനുശേഷം എനിക്കെതിരെ ആദ്യം പരാതി കൊടുത്ത ശ്രീനിധിനോട് ഞാൻ സംസാരിച്ചു. ഇവരൊക്കെ ഇതിന് നിമിത്തമാണ്, ഒരു വലിയ സംവിധാനമാണ്. ഇപ്പം ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് എൻ്റെ കിട്ടിയിരിക്കുന്ന രേഖ അത് കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചാൽ വിഷമിച്ചിരിക്കുക. കാരണം ഈ രേഖ വളരെ നിർണായകമായ രേഖയാണ്. പക്ഷെ അത് കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ലീഗൽ പ്രോബ്ലം പരിശോധിക്കും. കൊടുത്താലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഇത് പിണറായിയെയും CPM-നെയും മാത്രമല്ല കോൺഗ്രസിനെയും BJP-യെയും മത നേതാക്കളെയും പത്രക്കാരെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു കറപ്ഷന്റെ രേഖയാണ്. ഈ രേഖയ്ക്ക് വേണ്ടി പരാതിക്കാരനായ ഷോൺ ജോർജ് കോടതി പോയിട്ട് പോലും കിട്ടാത്ത രേഖ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മളൊരു പിണറായി മാത്രമല്ല, ഈ സംവിധാനങ്ങളുടെ ഭാഗമായി 2014 പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് അകത്തിടുന്ന ഒരു വ്യാമോഹം കൊണ്ടാണ്. എൻ്റെ ഇത്രയും കാലത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ദുർമാതൃകയായിട്ടുള്ള ഒരു ആള് മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളാപ്പള്ളിയാണ്. എന്നാൽ മറ്റുള്ളവരെ പോലെ അല്ല വെള്ളാപ്പള്ളി. അപ്പം വെള്ളാപ്പള്ളി നടേശൻ 2016 കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദം ഇറക്കുക. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തല എങ്ങനെയോ പൊട്ടിച്ചിട്ട് അതും കൊണ്ട് കേരളം മുഴുവൻ നടന്നു വർഗീയത പറയാൻ. വെള്ളാപ്പള്ളി പിണറായി വിജയനെ വെല്ലുവിളിച്ചു. അപ്പൊ ഞാൻ ഓർത്തു ഈ വൃത്തികെട്ടവൻ തീരും. പക്ഷെ നമ്മൾ എന്താ കണ്ടത്? പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ, നവോത്ഥാന നായകൻ,
ആയി മാറി വെള്ളാപ്പള്ളി നടേശൻ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പിണറായി മാത്രമല്ല ഈ സിസ്റ്റമാണ്. പിണറായി വിജയൻ അസ്തമിച്ചാലും ഇതൊക്കെ ഇങ്ങനെ തുടരും. ആകെപ്പാടെ വ്യത്യാസം പിണറായിക്ക് കുറച്ചുകൂടി പക വീട്ടാനുള്ള വാശിയും മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള കൂസലില്ലായ്മയാണ്. മറ്റിപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ആണെങ്കിൽ 3 വാർത്ത വരുമ്പോൾ പേടിച്ചു പോകും. പക്ഷെ പിണറായി അങ്ങനെ പേടിക്കത്തില്ല. അതുകൊണ്ടൊരു അതിൻ്റെ ഒരു ശക്തി കുറവായിരിക്കും എന്നുള്ളൂ. കാരണം ഈ ജേക്കബിനൊക്കെ നന്നായിട്ട് അറിയാം ഏത് സർക്കാരാണെന്നുള്ളത് ബാധകമല്ല. ഇപ്പം കോവിഡ് കാലത്ത് സകല മന്ത്രിമാരും ഹോമിയോ മരുന്ന് കഴിക്കുമായിരുന്നു. പക്ഷേ ഹോമിയോ മരുന്നിന് ഔദ്യോഗികമായി പ്രതിരോധ മരുന്നായി കൊടുക്കാൻ ഇവർ സമ്മതിക്കുമായിരുന്നില്ല. ഇത്തരത്തിലുള്ളൊരു ഇരട്ടത്താപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഈ സിസ്റ്റമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല എനിക്കെതിരെയുള്ള ഭീഷണി പിണറായി ഇറങ്ങുന്നതോടുകൂടി അവസാനിക്കത്തില്ല. കാരണം ഈ സിസ്റ്റത്തിനെതിരെ പോരാടുമ്പോൾ ഒരു പക്ഷം ചേരാതെ നിന്നാൽ സ്വാഭാവികമായും ശത്രുക്കൾ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കും. എന്നെ 2023 പിണറായി വിജയൻ വേട്ടയാടുമ്പോൾ അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PV അൻവറിനെ വിളിച്ച് എല്ലാവിധ പിന്തുണയും കൊടുത്തു എന്ന് PV അൻവർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേയുള്ളൂ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഈ പിണറായിസ്റ്റ് ഭീകരത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറിയാലും ഈ ഫാസിസ്റ്റ് രോഗം മാറത്തില്ല. നമ്മൾ ജനാധിപത്യ ബോധത്തോട് ഒരുമിച്ച് നിൽക്കണമെന്നേ പറയാനുള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇരകൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവരവരുടെ കഥ പറയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരിൽ നിന്നിരിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ പറയട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ട ആളുകളുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ണൂരിൽ നിന്ന് വരികയാണ്. 5 KSU പ്രവർത്തകർ ഒരു തുണി ഉയർത്തി കാണിച്ചതിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ഒരു കറുത്ത തുണി ഉയർത്തി കാണിച്ചതിൻ്റെ പേരിൽ 16 ദിവസക്കാലം ജയിലിൽ പോകേണ്ടി വന്ന ആളുകളാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം പോലും വീഡിയോ ശകലം കേരളത്തിനുള്ളതിലുള്ള ജനങ്ങളൊക്കെ കണ്ടിട്ടും എന്താണ് സത്യമെന്നും യാഥാർത്ഥ്യം എന്താണ് എന്നും വളരെ വ്യക്തമായിട്ടും മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം വീണ്ടും എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നെ ആക്രമിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ വാദം വീണ്ടും തുടരുന്ന അല്ലെങ്കിൽ വീണ്ടും പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവിധത്തിലും നമ്മുടെ ജാമ്യവിധിയിൽ ഉൾപ്പെടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന SI ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത മൊഴികൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ സമയത്ത് കരിങ്കൊടിയല്ലാതെ മറ്റൊരു ആയുധങ്ങളൊന്നുമില്ല എന്ന് അവർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ആദ്യഘട്ടത്തിൽ സ്പൈനൽ കോഡിനടക്കം പരിക്ക് പറ്റി എന്ന് പറഞ്ഞ മന്ത്രി മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഒരു വിധത്തിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് വ്യക്തമായി പറയുന്നു. ആയുധം കണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളെ 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട സമയത്ത് ചാനലുകളൊക്കെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ ചെന്നപ്പോൾ ആയുധം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കുമ്പോൾ അവർക്ക് പോലും അറിയാം ആയുധമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷെ അവസാനം ആ കരിങ്കൊടി വാങ്ങിച്ച കട കാണിച്ചു കൊടുത്ത് തിരിച്ച് നമ്മളെ വീണ്ടും ജയിലിലാക്കുന്ന സാഹചര്യം ഉണ്ടായി.